അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് 1/2 കിലോ എല്ലില്ലാതെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിരുമ്മി ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരല്പം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ ഒന്ന് റെഡിയാകട്ടെ. ആ സമയത്ത് നമുക്കൊരു 2.5 കിലോ പച്ചക്കപ്പ, കട്ട് കുറഞ്ഞ കപ്പയാണ് നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത്, ഒന്ന് പൊളിച്ചെടുക്കാം. നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് കൊത്തി നുറുക്കി, ഇച്ചിരി വലിപ്പത്തിൽ കൊത്തി നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബീഫ് ഒരു 5 വിസിലൊക്കെ കേട്ട് അരമണിക്കൂർ ഇരുന്ന് നല്ല കുക്കായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കാക്കി എടുത്തിരിക്കുന്ന ഹാഫ് കുക്കാണ്. വെള്ളം ഒന്നൊഴിച്ച് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഇത്രയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് നോക്കണം, വെന്ത് പോകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. വേഗം നമുക്കതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കഴുകിയെടുക്കാം. അപ്പോൾ കപ്പ നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും ജീരകം, 2 പച്ചമുളക്, തേങ്ങ ചിരവിയത്, കറിവേപ്പില. നമ്മളത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൂട്ടുകാരതൊക്കെ ഒന്ന് കാണണേ. ഒരല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം കപ്പയ്ക്ക് വേണ്ടിയിട്ട്. ഉള്ളിയെല്ലാം കഴുകി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ബീഫിന് എപ്പോഴും രുചി കൂട്ടുന്നത് ഉള്ളിയാണ്. ക്യാരറ്റ് കഷ്ണമായിട്ട് ചേർക്കാം. ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ തീ അല്പം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി നമുക്ക് വേവ് കൂടിയ ക്യാരറ്റ് കഷ്ണം ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നു വരുന്നതും വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മീറ്റ് മസാല 2, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു കാര്യം, ഗ്രേവി കുറവാണെങ്കിൽ നേരത്തെ നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചിരുന്നത് ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചതച്ചെടുത്തിരുന്ന ചേരുവയെല്ലാം കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. സൈഡിൽ ഇതുപോലെ നിരത്തി കൊടുക്കാം. തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ബീഫ് സൈഡിൽ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അല്പം സ്റ്റോക്ക് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തീ കുറച്ച് ഇട്ടാൽ മതി.
അപ്പം നമ്മുടെ ഈ അടിപൊളി ബിരിയാണി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കൂട്ടുകാരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ ബൈ.